പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൻ്റെ ഏർലിയർ അറ്റംപ്റ്റ്സ് ആണ് പഠിച്ചത്. നമ്മൾ ഡോബറിനേഴ്സ് ട്രയാഡ്സ് മുതൽ മെൻഡലീഫ് പീരിയോഡിക് ലോ വരെ പഠിച്ചു. എന്തായിരുന്നു മെൻഡലീഫ് പീരിയോഡിക് ലോ? പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. എന്നിട്ട് ആ മെൻഡലീഫ് പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോഡേൺ പീരിയോഡിക് ലോ. നോക്കൂ, മോഡേൺ പീരിയോഡിക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെൻറി മോസ്ലി. പേര് ശ്രദ്ധിക്കണേ, ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹെൻറി മോസ്ലി. 1913 ഈ ഹെൻറി മോസ്ലി ഇംഗ്ലീഷ് ഫിസിസ്റ്റാണ്. ദെൻ ഇയാൾ ചെയ്തത് എക്സ്റേ സ്പെക്ട്രം ഓഫ് എലമെൻസും അറ്റോമിക് നമ്പറും കൂടിയും അറേഞ്ച്മെൻ്റ് ഒരു ഗ്രാഫ് വരച്ച്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. റെഗുലാരിറ്റീസ് ഇൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്റേ സ്പെക്ട്ര ഓഫ് എലമെൻസിനെ കുറിച്ചാണ് സ്റ്റഡി നടത്തിയത്. എക്സ്റേ സ്പെക്ട്രം ഓഫ് എലമെൻറ്റ്സ്. ഇനി എ പ്ലോട്ട് ഓഫ് റൂട്ട് ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി ഓഫ് എക്സ്റേസ് എമിറ്റഡ് ആണ്. എലമെൻറ്റ്സ് എമിറ്റ് ചെയ്യുന്ന എക്സ്റേസിൻ്റെ ഫ്രീക്വൻസി. ദെൻ എഗെയിൻസ്റ്റ് അറ്റോമിക് നമ്പർ ഗ്രാഫ് വരച്ചപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അല്ലാതെ റൂട്ട് ന്യൂ എഗെയിൻസ്റ്റ് അറ്റോമിക് മാസ് വരച്ചപ്പോഴല്ല സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയത്. അതിനെന്താ മനസ്സിലായത്? ആ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്റേസിൻ്റെ ഫ്രീക്വൻസി എന്തിനായിട്ടാണ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? അറ്റോമിക് നമ്പറിനായിട്ടാണ്, അറ്റോമിക് മാസിനായിട്ടല്ല. ഇവിടുന്നാണ് ഹെൻറി മോസ്ലി പറയുന്നത് ദെൻ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ അറ്റോമിക് നമ്പറായിട്ടാണ് റിലേറ്റഡ്, അല്ലാതെ എന്തിനായിട്ടല്ല? അറ്റോമിക് മാസിനായിട്ടല്ല റിലേറ്റഡ് എന്നാണ് പറയുന്നത്. ഇവിടുന്നാണ് മോഡേൺ പീരിയോഡിക് ലോ വരുന്നത്. ആരാ മോഡേൺ പീരിയോഡിക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹെൻറി മോസ്ലി. ദെൻ എന്താ മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. എന്താണ്? ഒന്നുകൂടി പറ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. അറ്റോമിക് മാസ് അല്ല, അറ്റോമിക് നമ്പേഴ്സ്. എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് ദെൻ അവയുടെ അറ്റോമിക് നമ്പറിൻ്റെ ഒരു ഫങ്ഷൻ ആയിട്ടാണ് പറയുന്നത്. ആരാ മോഡേൺ പീരിയോഡിക് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹെൻറി മോസ്ലി. എന്താ മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. ദെൻ ഇനി ഈ മോഡേൺ പീരിയോഡിക് ലോ ഹെൻറി മോസ്ലി എവിടുന്നാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ദെൻ എക്സ്റേ സ്പെക്ട്രം ഓഫ് എലമെൻസിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഈ മോഡേൺ പീരിയോഡിക് ലോ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ മോഡേൺ പീരിയോഡിക് ലോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. ഈ മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ടൈപ്പ് പീരിയോഡിക് ടേബിളുകൾ വന്നിട്ടുണ്ട്. നോക്കൂ, പല പീരിയോഡിക് ടേബിളുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ ദെൻ ഓക്കെ നമ്മൾ പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ അത് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ഇതാണ് നമ്മൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന പീരിയോഡിക് ടേബിൾ. പല രൂപത്തിൽ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ പഠിക്കുന്നത് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. എന്തൊക്കെയാണ് ഈ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകതകൾ? ഒന്ന് നോക്കൂ നിങ്ങൾ. ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൽ നോക്കൂ, ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്, വെർട്ടിക്കൽ കോളംസ് ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ പീരിയഡ്സ് എന്ന് പറയും. അങ്ങനെ എത്ര റോസ് ഉണ്ട്? 1 2 3 4 5 6 7. എത്ര ഉണ്ട്? 7 റോസ് ഉണ്ട്. അതിനെ 7 എന്താ നമ്മൾ പറയുന്നത്? 7 പീരിയഡ്സ് ഉണ്ട്. അതേപോലെ ദെൻ അടുത്ത് വെർട്ടിക്കലായിട്ട് എത്ര കോളുണ്ട്? 18 കോളംസ് ഉണ്ട്, 18 ഗ്രൂപ്പ്സ് എന്നാ പറയാം. ഓക്കെ, അപ്പോൾ 7 പീരിയഡ്സും 18 ഗ്രൂപ്പ്സും ഉണ്ട് നമ്മളെ മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ടുള്ള ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൽ. ശരിക്കും ഫസ്റ്റ് പീരിയഡിൽ ആരൊക്കെയുള്ളത്? ഹൈഡ്രജനും ഹീലിയോ ആണുള്ളത് ഫസ്റ്റ് പീരിയഡിൽ. സെക്കൻഡ് പീരിയഡിൽ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, പിന്നെ ഏതാണ്? ഫ്ലൂറിൻ, നിയോൺ. അങ്ങനെ 8 എലമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ നോക്കൂ, ആ പീരിയഡ്സിനെ 1 2 3 4 5 6 7 നമ്മൾ അങ്ങനെ തന്നെയാണ് പേര് കൊടുക്കുന്നത്, നമ്പേഴ്സ് കൊടുക്കുന്നത്. പക്ഷേ ഗ്രൂപ്പിനെ നമ്മൾ ആ ഫസ്റ്റ് ഗ്രൂപ്പിനെ നിങ്ങൾ NCERT-യിലുള്ള നിങ്ങളെ ബുക്കിലുള്ള ഒരു പീരിയോഡിക് ടേബിളും കൂടി നിങ്ങൾ വെച്ചിട്ട് നോക്കണം കേട്ടോ, പഠിക്കണം. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, അതിന് ആദ്യത്തെ ക്ലാസിഫിക്കേഷനിൽ 1A 2A എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ദെൻ 3A 4A 5A 6A 7A. പിന്നെ അത് കഴിഞ്ഞിട്ട് 8th ഗ്രൂപ്പായിട്ട് 8 9 10 അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത് 1B 2B 3B 4B അങ്ങനെ 7B. പിന്നെ 0 ഗ്രൂപ്പ് എന്ന 18th ഗ്രൂപ്പിന് പറഞ്ഞിരുന്നു. പക്ഷെ പുതിയ നോമൻക്ലേച്ചർ അനുസരിച്ച് 1 to 18 വരെ നമ്പർ ചെയ്യുക ചെയ്യുന്നത്.
പിന്നെ അതിന് താഴെ രണ്ട് ഇതൊക്കെ റോസ് കാണുന്നുണ്ട്. അതിന് ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. അത് നമ്മളെ മെയിൻ ഗ്രൂപ്പിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വരക്കുന്നതാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ നമ്മൾ ഇന്ന് കാണുന്ന ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 118 എലമെൻറ്റ്സ് ഉണ്ട്. 118 118 എലമെൻറ്റ്സ്. ഓക്കെ, ദെൻ ഇനി അടുത്ത് എത്ര ഹൊറിസോണ്ടൽ റോസാ നമ്മൾ പറഞ്ഞു? 7. അതിനാണ് 7 പീരിയഡ്സ്. വെർട്ടിക്കൽ കോളംസ് ഗ്രൂപ്പ്സ് എന്ന് പറയും. എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 18 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇനി elements having similar outer electronic configuration in their atoms are arranged in a group. ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ദെൻ വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആ എലമെൻസിനൊക്കെ സെയിം ആയിരിക്കും ഒരു ഗ്രൂപ്പിൽ. അതാണ് അതിൻ്റെ പ്രോപ്പർട്ടിക്ക് സിമിലർ ആവാൻ കാരണം. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിമിലർ ആയിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, നോക്കാം നമുക്ക്. ഇനി ദെൻ ഗ്ലാൻ ടി സീബോർഗ് ഒരു ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റ് ആണ്. നോക്കൂ, ദെൻ വർക്ക് ഇൻ മിഡിൽ ഓഫ് 20th century സ്റ്റാർട്ടിംഗ് വിത്ത് ഡിസ്കവറി ഓഫ് പ്ലൂട്ടോണിയം. ഒക്കെ അതിൻ്റെ ഡിസ്കവറി സീബോർഗ വരുന്നത് ഇൻ 1940, ഫോളോഡ് ബൈ ദോസ് ഓഫ് ഓൾ ട്രാൻസ് യുറേനിയം എലമെൻറ്റ്സ് ഫ്രം 94 to 102. ദെൻ 94 മുതൽ 102 വരെയുള്ള അതിൻ്റെ പഠനം ഈ പ്ലൂട്ടോണിയത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി പൂർണ്ണമായിട്ട് വരികയാണ്. ദെൻ ഇനി ഓൾ ട്രാൻസ് യുറേനിയം എലമെൻറ്റ്സ് ഫ്രം 94 to 102 ആണ്. ലീഡ് ടു ദി റീകോൺഫിഗറേഷൻ ഓഫ് പീരിയോഡിക് ടേബിൾ പ്ലേസിംഗ് ദ ആക്ടിനോയിഡ്സ് ബിലോ ലാന്തനോയിഡ്സ്. ആക്ടിനോയിഡ്സിന് താഴെ ലാന്തനോയിഡ്സിന് താഴെ ആക്ടിനോയിഡ്സിനെ അറേഞ്ച് ചെയ്യുന്നു. ഇൻ 1951 സീബോർഗ് വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഹിസ് വർക്ക്. ഇയാളെ കണ്ടുപിടുത്തത്തിന് ഇതിനൊക്കെ ഇയാളെ വർക്കിന് എന്ത് കൊടുത്തു? നോബൽ പ്രൈസ് കൊടുത്തു. അയാളുടെ ഒക്കെ ആ ഒരു അംഗീകാരമായിട്ട് എലമെൻറ്റ്സ് 106-ന് സീബോർഗിയം എന്നാ പേര് കൊടുക്കുന്നത്. എലമെൻറ്റ്സ് 106 എന്നുള്ള എലമെൻറ്റിൻ്റെ പേര് സീബോർഗിയം. അപ്പോൾ ഒക്കെ സീബോർഗ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റ് പേര് ഓർത്ത് വെച്ചേക്ക്. പ്ലൂട്ടോണിയം കണ്ടുപിടിച്ചത് സീബോർഗ് ആണ്, പ്ലൂട്ടോണിയം. ഓക്കെ, ദെൻ 106 എന്ന എലമെൻറ്റിൻ്റെ പേര് കൊടുത്ത എന്താണ്? സീബോർഗിയം. ഓക്കെ, ഇയാളോടുള്ള ആദരവ് കാണിച്ച് കൊടുക്കുന്നതാണ് സീബോർഗിയം. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് എലമെൻറ്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. നിങ്ങൾക്കറിയാം പുതിയ എലമെൻറ്റ്സ്, ഈ പുതിയ എലമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന എലമെൻറ്റ്സ് ആണ്, നേച്ചറിൽ ഇല്ലാത്ത എലമെൻറ്റ്സ് ആണ്. ആ എലമെൻറ്റ്സിന് പല ഒക്കെ എലമെൻറ്റ്സിനെയും കൂട്ടിമുട്ടിച്ചിട്ടൊക്കെയാണ് ആ എലമെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. ഉണ്ടായ ഉടനെ തന്നെ അത് നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ എലമെൻറ്റ്സ് കണ്ടുപിടിച്ചാൽ ദെൻ പലപ്പോഴും ആ രാജ്യത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ പേരോ ആ സ്റ്റേറ്റിൻ്റെ പേരൊക്കെയാണ് പണ്ട് കൊടുത്തിരുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ഒരു എക്സാമ്പിൾ, 104-ാമത്തെ എലമെൻറ്റ് 104 എന്നുള്ള എലമെൻറ്റിന് അമേരിക്കക്കാർ പറഞ്ഞു അവർ കണ്ടുപിടിച്ച് റൂദർഫോർഡിയം എന്ന് പേര് കൊടുത്തു. പക്ഷെ അതേ എലമെൻറ്റിന് റഷ്യക്കാരൻ പേര് കൊടുത്ത് ക്രുച്ചറ്റോവിയം എന്നാണ്. ഒരേ എലമെൻറ്റിന് പല പേരുകൾ വന്നാൽ ബുദ്ധിമുട്ടാവും. അന്നേരമാണ് IUPACയുടെ പുതിയ റെക്കമെൻഡേഷൻ വരുന്നത്. ഇനി മുതൽ ആരും അങ്ങനെ എലമെൻറ്റ്സ് കണ്ടുപിടിച്ചാൽ അതിന് പേര് കൊടുക്കേണ്ട. IUPAC പ്രത്യേക ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാറ്റേൺ വളരെ സിമ്പിളാണ്. നോക്കൂ, നിങ്ങൾ 0 1 2 3 4 5 6 7 8 9 ഈ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പേരുകൾ നിൽ, അൺ, ബൈ, ട്രൈ, കോഡ്, പെൻഡ്, ഹെക്സ്, സെപ്റ്റ്, ഒക്ട്, എൻ. ഓക്കെ, ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ. ട്രൈ എന്ന് കഴിഞ്ഞിട്ട് ടെട്രയിൽ നമ്മൾ പറഞ്ഞു, പക്ഷെ അതിന് പകരം എന്താണ് ട്രൈ എന്ന് കഴിഞ്ഞിട്ട് ദെൻ കോഡ് എന്നാണ് കൊടുക്കുന്നത്. അതിന് സിമ്പിൾസ് ഉണ്ട്, അബ്രിവിയേഷൻസ് ഉണ്ട്, NUBTQ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാ അങ്ങനെ കൊടുത്ത്. ട്രൈ കഴിഞ്ഞിട്ട് ടെട്ര ആണെങ്കിൽ 2 T വരും, അത് ഒഴിവാക്കാനാണ് അങ്ങനെ കൊടുത്തത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് പെൻഡ്, ഹെക്സ്, സെപ്റ്റ്, ഒക്ട്, എൻ. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ, നിൽ, അൺ, ബൈ, ട്രൈ, പിന്നെ കോഡ്, പെൻഡ്, ഹെക്സ്, സെപ്റ്റ്, ഒക്ട്, എൻ. ഈ പേരുകൾ പഠിച്ചേക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് എലമെൻസിൻ്റെ ഒക്കെ പേര് കൊടുക്കാം. ഇപ്പോൾ 106 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സീബോർഗിയം. ഈ 106 എന്നുള്ള എലമെൻ്റെ പേരെങ്ങനെയാണ് കൊടുക്കാറിയോ? 1 എന്നുള്ളതിന് എന്താണ്? അൺ. 0 എന്നുള്ളതിന് എന്താണ്? നിൽ. പിന്നെന്താണ്? 6-ന് എന്താണ്? ഹെക്സ്. പിന്നെ പ്ലസ് IUM ഇത് കൂടി കൊടുത്താൽ അൺ, നിൽ, ഹെക്സിയം. വളരെ സിമ്പിൾ അല്ലേ ഇത്? ഇതിൻ്റെ സിമ്പിൾ കൊടുക്കുന്ന UNH. ഫസ്റ്റ് എലമെൻറ്റ് ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. പിന്നെ ഇതിനൊക്കെ സ്മോൾ ലെറ്റർ UNH. അങ്ങനെ ഏത് എലമെൻറ്റിൻ്റെ പേരും നമുക്ക് ഇതേപോലെ കൊടുക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ, അപ്പോൾ നോക്കിയേക്ക് നമ്മളെ ടെക്സ്റ്റിൽ അതിൻ്റെ എക്സാമ്പിളുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാതെ നോക്ക്. 101ൻ്റെ പേരെന്തായിരിക്കും? അൺ, നിൽ, പിന്നെ ഏതാണ്? അണിയം, UNU.
ദെൻ അതിന് പക്ഷേ IUPAC പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പേര് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ IUPAC അതിന് കറക്റ്റ് വേറെ തന്നെ പേര് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, ആ ഡിസ്പ്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് IUPAC റെക്കമെൻഡേഷൻസ് വരുന്നത്. 101ന്റെ പേര് മെന്റലീവിയം. 102 നോക്കൂ, അൺ ദെൻ നിൽ ബൈയം. അവിടെ നോക്കിയേക്ക്, അൺ നിൽ ബൈ ഓൾറെഡി ഉണ്ട്, പിന്നെ IUM എന്ന് ചേർക്കുമ്പോൾ 2 I വേണ്ട എന്നുള്ളതാണ്. അൺ നിൽ ബൈയം. UNB അതിൻ്റെ പേര് നൊബീലിയം. അടുത്ത് 103 ആണെങ്കിൽ അൺനിൽ ട്രൈയം. ട്രൈ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ IUM എഴുതുമ്പോൾ ട്രൈയം, ഒരു I മതി. ഓക്കെ, ട്രൈയം. ലോറൻഷ്യം. 104 റൂദർഫോർഡിയം, ഡുബ്നിയം, സിബോർഗിയം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബോറിയം, ഹാസിയം, മെറ്റനേറിയം, ഡംസ്റ്റാഡിയം. 110. ഇനി ഇതേപോലെ അടുത്ത എലമെന്റ്സ് നോക്കൂ നിങ്ങൾ. ദെൻ റോൺജനിയം, കോപ്പർനീഷ്യം, നിഹോണിയം, ഫ്ലറോവിയം, മോസ്കോവിയം, പിന്നെ അടുത്ത് ലിവർമോറിയം, പിന്നെ ടെനിസിയം, ഒഗനസൺ. ഇതാണ് 118ാമത്തെ എലമെന്റ്. 118ാമത്തെ എലമെന്റിന്റെ IUPAC റെക്കമെൻഡേഷൻ അനുസരിച്ച് എങ്ങനെ കൊടുക്കുക? 118 യു പിന്നെ 8 എന്താണ്? നിൽ അൺ ബൈ ട്രൈ, നിൽ അൺ ബൈ ട്രൈ, പിന്നെ കോഡ്, പെൻഡ്, ഹെക്സ്, സെപ്റ്റ്, ഒക്ട്. അപ്പൊ UUO അതിന് പകരം പുതിയ പേര് കൊടുത്തു, ഒഗനസൺ. അപ്പൊ ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ ഗ്രേറ്റർ ദാൻ 100 ഉള്ള അറ്റോമിക് നമ്പറുള്ള എലമെന്റ്സിന്റെ പേര് കൊടുക്കുന്ന സിസ്റ്റമാണ് ഈ സിസ്റ്റം. എല്ലാവരും പഠിച്ചു വെച്ചേക്ക്. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? നിൽ, അൺ, ബൈ, ട്രൈ, കോഡ്, പെൻഡ്, ഹെക്സ്, സെപ്റ്റ്, ഒക്ട്, എൻ. ഇത് വെച്ചിട്ട് നമുക്ക് ഏത് എലമെന്റിന്റെ പേരും ഇതേപോലെ എഴുതാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അത് നമ്മൾ വീണ്ടും ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിന്റെ കാര്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ മുന്നിൽ വെക്കണേ, അത് പഠിക്കണേ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു, എല്ലാ എലമെൻസിൻ്റെ പേരും എങ്ങനെ ഓർക്കാന്നുള്ള. 118 എലമെൻസിൻ്റെ പേരും പഠിക്കാനുള്ള. നിങ്ങൾ അതൊന്നുകൂടി കണ്ടേക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിച്ചേക്കുക. ഓക്കെ, ഇനി അതിലുള്ള പ്രത്യേകതകൾ നമുക്ക് പറയാം. നോക്കിയേക്ക്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ പീരിയഡ്സ്. എത്ര പീരിയഡ്സാണ് നമ്മൾ പറയുന്നത്? 7 പീരിയഡ്സ്. ഓരോ പീരിയഡ്സിലും പുതിയ ഓരോ ദെനൊക്കെ ഷെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, 2, 3 എന്ന് പഠിച്ചില്ലേ? അപ്പോൾ ഫസ്റ്റ് പീരിയഡിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, സെക്കൻഡ് പീരിയഡിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആയിരിക്കും വാലൻസ് ഷെല്ലിൽ വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കൂ. പീരിയഡ്സ് ഇൻഡിക്കേറ്റ്സ് ദ വാല്യൂ ഓഫ് n, അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഫോർ ഔട്ടർ മോസ്റ്റ് ഓർ വാലൻസ് ഷെൽ. ആ എലമെന്റിന്റെ വാലൻസ് ഷെല്ലിലുള്ള വാലൻസ് ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് അതിന്റെ പീരിയഡ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ ഓക്കെ, അപ്പോൾ ഹൈഡ്രജന്റെ വാലൻസ് ഷെല്ല് ഒറ്റ ഷെല്ലേ ഉള്ളൂ. സോ അതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ്? 1 ആണ്. ഓക്കെ, ദെൻ ഇനി അതേപോലെ സക്സസീവ് പീരിയഡ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫില്ലിംഗ് ഓഫ് നെക്സ്റ്റ് ഹയർ പ്രിൻസിപ്പൽ എനർജി ലെവൽ. n = 1, n = 2. പിന്നെ തേർഡ് പീരിയഡിലാണെങ്കിൽ n = 3 ഫില്ല് ചെയ്യും, അടുത്ത് n = 4 ഫില്ല് ചെയ്യും. ഇനി അപ്പോൾ ഫസ്റ്റ് പീരിയഡ് നിങ്ങൾ പറ, ഫസ്റ്റ് പീരിയഡിൽ എന്തൊക്കെയുള്ളത്? ഫസ്റ്റ് പീരിയഡിൽ n = 1 ആണെങ്കിൽ, അവിടെ n = 1 ആണെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൽ സബ് ഷെല്ലായിട്ട് 1s മാത്രമേ ഉള്ളൂ. അപ്പോൾ 1sലാണെങ്കിൽ 2 ഇലക്ട്രോണിനെ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ. 1s1ഉം 1s2ഉം. അപ്പോൾ ഹൈഡ്രജന് 1s1ഉം ഹീലിയത്തിന് 1s2ഉം. സോ ഫസ്റ്റ് പീരിയഡിൽ എത്ര എലമെന്റ്സ് ആണുള്ളത്? 2 എലമെന്റ്സേ ഉള്ളൂ. നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഒപ്പം വെച്ച് പഠിക്കണം കേട്ടോ, അത് ക്ലിയർ ആവും. ഇനി സെക്കൻഡ് പീരിയഡിൽ നോക്കൂ നിങ്ങൾ. സെക്കൻഡ് പീരിയഡിൽ n = 2 ആണെങ്കിൽ നിങ്ങൾക്കറിയാം 2s ഉണ്ട് 2p ഉണ്ട്, ശരിയല്ലേ? അത് 2s ഉണ്ട് 2p ഉണ്ട്. 2sൽ നിങ്ങൾക്കറിയാം 2 ഇലക്ട്രോൺ ഒക്കുപ്പ് ചെയ്യാൻ 2pയിൽ 6ഉം. അപ്പോൾ ടോട്ടൽ 2 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. 3 ഉള്ള ആൾ, അറ്റോമിക് നമ്പർ 3 ഉള്ള ആൾ, 4 ഉള്ള ആൾ, 5 ഉള്ള ആൾ, അങ്ങനെ 10 വരെയുള്ള ആൾക്കാർ ഇവിടെ ഒക്കുപ്പൈ ചെയ്യാം. നോക്കൂ, സെക്കൻഡ് പീരിയഡ് n = 2 ആണ്. അപ്പോൾ ലിഥിയം മുതൽ നിയോൺ വരെയുള്ള നിങ്ങൾ നോക്കിയാൽ മതി. 2s1, 2s2, പിന്നെ 2p1, 2p2, അങ്ങനെ നിയോൺ എത്തുമ്പോഴേക്ക് 2p6. അപ്പോൾ അവിടെ ഫുള്ളായി. എത്ര എലമെന്റ്സ് ഉണ്ട്? 8 എലമെന്റ്സ് ഉണ്ട്. ഇനി അടുത്ത നമുക്ക് തേർഡ് പീരിയഡ് n = 3 ആണെങ്കിൽ അവിടെ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, 3sൽ നോക്കൂ 2 എലമെന്റ്സ്, 2 ഇലക്ട്രോൺ, അപ്പോൾ 2 പുതിയ എലമെന്റ്സ്. ഇവിടെ 6, ഇവിടെ 10. അപ്പോൾ ടോട്ടൽ നോക്കിയാൽ 18 എണ്ണം വേണം. പക്ഷെ നിങ്ങൾ പീരിയഡ് ടേബിൾ എടുത്ത് നോക്കൂ, തേർഡ് പീരിയഡിൽ 18 എണ്ണം വരുന്നുണ്ടോ? ഇല്ല, 10 എണ്ണേ വരുന്നുള്ളൂ. 18 എണ്ണം ഇല്ല, 18 എണ്ണം ഇല്ല, 8 എണ്ണേ വരുന്നുള്ളൂ. എന്താ കാരണം? ഈ 10 എലമെന്റ്സ് നിങ്ങൾക്കറിയാം 3p കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യുന്നത് ഏതാണ്? 4s ആണ്. അപ്പോൾ ഈ 3dയിൽ ഫില്ല് ചെയ്യുന്നത് ഏതിലേക്കാണ് പോകുന്നത്?
ഫോർത്ത് പീരിയഡിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ തേർഡ് പീരിയഡിൽ ഏതൊക്കെ വരുന്നുള്ളൂ? ദെൻ 3Sഉം 3Pയും ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ 8 എലമെന്റ്സേ ഉള്ളൂ. എവിടെ മുതലാ തുടങ്ങുന്നത്? സോഡിയം ടു ആർഗൺ വരെയുള്ള പീരിയഡ് ടേബിൾ ഒപ്പം വെച്ച് പഠിക്കണേ. ഓക്കെ, അടുത്ത് നോക്കിയേക്ക് ഫോർത്ത് പീരിയഡിൽ n=4 ആണെങ്കിൽ എന്താ? n=4 ആണെങ്കിൽ 4s ഉണ്ട്. 4s കഴിഞ്ഞിട്ട് 3D അവിടെ വരുന്നത്, പിന്നെ 4p ഉണ്ട്. അപ്പോൾ എത്രയാണ്? 4sൽ 2, 3Dയിൽ 10, 4pയിൽ 6. അപ്പോൾ എത്ര എലമെന്റ്സ് ആണ്? 18 എലമെന്റ്സിനെ ഫില്ല് ചെയ്യാൻ പറ്റും. 18 എലമെന്റ്സ് എനർജറ്റിക്കലി ഫേവറബിൾ ആവുന്നത് 4s കഴിഞ്ഞിട്ട് പിന്നെ 3D ആണ്. അപ്പോൾ പൊട്ടാസ്യം മുതൽ ക്രിപ്റ്റൺ വരെയുള്ള ദെൻ എത്ര എലമെന്റ്സ് അവിടെ വരുന്നത്? 18 എലമെന്റ്സ്. അതിൽ സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള 10 എലമെന്റ്സിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് 3Dയിലേക്കാണ്. ഓക്കെ, നമ്മൾ പൊട്ടാസ്യം കഴിഞ്ഞ് പൊട്ടാസ്യം ദെൻ എത്ര നമ്മൾ പറയുന്നത്? 19, ദെൻ കാൽസ്യം 20, ഇത് കഴിഞ്ഞ് 21 വരുന്നത് സ്കാൻഡിയാണ്. അപ്പോൾ 3D1 ആ വരുന്നത്. അങ്ങനെ സിങ്ക് എത്തുമ്പോഴേക്ക് 3D10 ആയി മാറും. മനസ്സിലാവുന്നുണ്ടോ? ദെൻ അവയെ പറയുന്ന പേരാണ് ഈ സിങ്ക് മുതൽ സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള ഈ 10 എലമെന്റ്സിനെ പറയുന്ന പേരാണ് 3D ട്രാൻസിഷൻ എലമെന്റ്സ്. എന്താ പേര് പറയുന്നത്? 3D ട്രാൻസിഷൻ എലമെന്റ്സ്. നോക്കൂ, 3D ട്രാൻസിഷൻ സീരീസ് എവിടെ തുടങ്ങുന്നു? സ്കാൻഡിയം മുതൽ സിങ്ക് വരെ. പ്രശ്നമില്ലല്ലോ, അത് എളുപ്പമല്ലേ അത്? ഇതേപോലെ 5th പീരിയഡിൽ 5s, പിന്നെ 4D ഉണ്ട്, പിന്നെ 5p ഉണ്ട്. 18 എലമെന്റ്സ് ആണ് അവിടെ ഉണ്ടാവുക. അവിടെ 4Dയിലേക്ക് പോകുന്ന 10 എലമെന്റ്സ്. അവിടെ എവിടുന്നാ തുടങ്ങുന്നത്? 18 എലമെന്റ്സ് റുബീഡിയം ടു സിനോൺ വരെ. അതിൽ 4D ട്രാൻസിഷൻ സീരീസ് ഇട്രിയം മുതൽ എവിടെയാണ്? കാഡ്മിയം വരെയുള്ള 4D ട്രാൻസിഷൻ സീരീസ്. ഇനി 6th പീരിയഡ് n=6 ആണ്. 6th പീരിയഡ് തുടങ്ങുമ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യുക? അവിടെ നോക്കൂ, 6s ഉണ്ട്, പിന്നെ 4f ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. 6s കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഓർഡർ പഠിച്ചാൽ മനസ്സിലാവും. 5D ഉണ്ട്, പിന്നെ 6p ഉണ്ട്. അപ്പോൾ എത്ര എലമെന്റ്സ് ആണ്? ഇവിടെ 2 ആണ്. ഇവിടെ ദെൻ 4fൽ ദെൻ 14 എലമെന്റ്സ് പറ്റും. അപ്പോൾ ഇവിടെ എത്ര ഉള്ളത്? ദെൻ ഇതിൽ 10, ഇതിൽ എത്ര ഉള്ളത്? 6. അപ്പോൾ എത്ര വരിക? ടോട്ടൽ 18 + 14 32 എലമെന്റ്സ് ഉണ്ടാവും. എത്ര എലമെന്റ്സാ വരുന്നത്? 32 എലമെന്റ്സ് ഉണ്ട് 6th പീരിയഡിൽ. 32 എലമെന്റ്സ്. 6s ഉണ്ട്, 4f ഉണ്ട്, 5D ഉണ്ട്, 6p ഉണ്ട്. അതിൽ ദെൻ 58 മുതൽ 71 വരെയുള്ള എലമെന്റ്സിൽ അതിൽ അറ്റോമിക് നമ്പർ അത്രയുള്ള എലമെന്റ്സിൽ ഇലക്ട്രോൺസ് പോകുന്നത് Fലേക്കാണ്, 4fലേക്കാണ് പോകുന്ന ആ 14 എലമെന്റ്സിനെ പറയുന്ന പേരാണ് 4f ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. നമ്മൾ ഡിയിലേക്ക് പോകുമ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സ് ആണെങ്കിൽ, എഫിലേക്കാണെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ദെൻ അല്ലെങ്കിൽ ഇവിടെ പറയും ലാന്തനോയിഡ് സീരീസ്. ലാന്തനത്തിന് ശേഷമുള്ള സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ഈ 14 എലമെന്റ്സിനെ പറയുന്ന പേരാണ് 4f ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. എവിടേക്കാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്? 4f ഓർബിറ്റലിലേക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെ 7th പീരിയഡ് n=7 ആണെങ്കിൽ 7s ഉണ്ട്, 5f ഉണ്ട്, പിന്നെ ദെൻ ഓക്കെ 6D ഉണ്ട്, 7p ഉണ്ട്. അതിൽ 5fലേക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ആക്ടീനിയത്തിന് ശേഷമുള്ള ദെൻ 14 എലമെന്റ്സിനെയാണ് ഫില്ല് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ആക്ടിനോയിഡ്സ്. എന്താ വിളിക്കുന്ന പേരെന്താണ്? ആക്ടിനോയിഡ്സ്. ദെൻ അവരെയാണ് 5f ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിയിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് പഠിക്കും ഡി ബ്ലോക്ക് എന്നുള്ളത്, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുമെങ്കിൽ എഫിലേക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ എന്താ അതിനെ പേര് പറയുന്നത്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ പീരിയഡ് ടേബിൾ വെച്ചിട്ടാണ് പഠിക്കുന്നത്. 6th പീരിയഡിൽ 4f ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണെങ്കിൽ 7th പീരിയഡിൽ ദെൻ ഓക്കെ 5f ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ക്ലിയർ ആണല്ലോ ഇത്? അടുത്തത് ഗ്രൂപ്പ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എങ്ങനെ ഗ്രൂപ്പ്? നമ്മൾ 18 ഗ്രൂപ്പ്സ് പറഞ്ഞില്ലായിരുന്നു, വിശദമായിട്ട് നമ്മൾ വരുന്നുണ്ട് അതിലേക്ക്. ഫസ്റ്റ് ഗ്രൂപ്പിന് നമ്മൾ പേര് പറയും ആൽക്കലി മെറ്റൽസ് എന്ന് പേര് പറയും കേട്ടോ. സെക്കൻഡ് ഗ്രൂപ്പിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പേര് പറയും. അങ്ങനെ കുറെ കോമൺ പേരുകളുണ്ട്, നമുക്ക് പിന്നീട് നോക്കാം. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽസ്. ദാറ്റ് ഈസ് സിമിലർ വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും ഓരോ ഗ്രൂപ്പിലും വരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ലിഥിയത്തെ നിങ്ങൾക്കറിയാം, ലിഥിയത്തിന്റെ കോൺഫിഗറേഷൻ 1s2 2s1 ആണെങ്കിൽ 3 അറ്റോമിക് നമ്പർ. ഇനി അത് കഴിഞ്ഞ് സോഡിയത്തിനാണെങ്കിൽ 3s1 ആയിരിക്കും വാലൻഷ്യൽ, അടുത്ത് 4s1 ആയിരിക്കും. അപ്പൊ നമുക്ക് പേര് ജനറൽ ആയിട്ട് കൊടുക്കാം ns1. സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ns2. 13th ഗ്രൂപ്പ് ആണെങ്കിൽ np1, ns2 np1. അപ്പൊ സിമിലർ വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും ഒരു ഗ്രൂപ്പിലുള്ളത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് 1 എലമെന്റ്സ്, അതിനെ പറയുന്ന പേരെന്താ? ആൽക്കലി മെറ്റൽസ് ആണ്.
അതിന് വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ എന്താ വരുന്നത്? NS1 ആണ് വരുന്നത്. ഗ്രൂപ്പ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ. ദെൻ ഇനി എക്സാമ്പിൾ നോക്ക്. ലിഥിയം. ദെൻ അവിടെ 2s1 ആണ്, അടുത്ത് 3s1 ആണ്, പൊട്ടാസ്യം 4s1 ആണ്, 5s1 ആണ്. നിങ്ങൾ നോക്കിയാൽ മതി. NS1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ അത്? ആൽക്കലി മെറ്റൽസിന്. അതേപോലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണെങ്കിൽ NS2. ഓരോ ഗ്രൂപ്പിലും സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ അത്? അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് എലമെന്റ്സ്. എന്താ അപ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇപ്പൊ നോക്കും, ആ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടേക്കാ പോകുന്നത്? എസ് സബ്ഷെല്ലിലേക്കാ പോകുന്നത്. ലിഥിയത്തിന് ദെൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ NS1 ആണെങ്കിൽ അടുത്തിൽ NS2 ആണ്. ലിഥിയത്തിന് 2s1 ആണ്, ബെറിലിയത്തിന് 2s2 ആണ്. ആ രണ്ട് ഗ്രൂപ്പിൽ ഇലക്ട്രോൺസ് പോകുന്നത് എസിലേക്കാണ്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പോകുന്നതിന് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ ആരൊക്കെയുള്ളത്? ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. അതിന് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി നിങ്ങൾ അടുത്ത് നോക്കൂ. ദെൻ നമ്മളെ 13th ഗ്രൂപ്പ്, അതായത് ബോറോൺ. ബോറോൺ 2p1 ആണ്, കാർബൺ 2p2 ആണ്. അവിടെ മുതൽ ദെൻ ഓക്കെ 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെ ഇലക്ട്രോൺസ് പോകുന്നത് പി സബ്ഷെല്ലിലേക്കാണ്. അവരെ പറയുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. നോട്ട് ചെയ്യണം, പി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി അതിനിടയ്ക്കുണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞത്. അവിടെ 3D 4D 5Dയിലേക്ക് പോകുന്ന സ്കാൻഡിയം മുതൽ സിങ്ക് വരെ, ഇട്രിയം മുതൽ കാഡ്മിയം വരെ, ലാന്തനം മുതൽ മെർക്കുറി വരെയുള്ള ഈ ദെൻ പീരിയഡ്സിൽ ഈ ബ്ലോക്കുകളെ പറയുന്ന പേരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇനി താഴെ എഫിലേക്ക് പോകുന്ന ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും അത് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിന് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണോ എൻ്റർ ചെയ്യുന്നത് അതിനനുസരിച്ച് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്ന് പറയുന്നതും. എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. പി ബ്ലോക്ക് എലമെന്റ്സിൽ 13th ഗ്രൂപ്പ് മുതൽ 18th ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സ്. ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ദെൻ എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും കമ്പൈൻഡ് ആയിട്ട് പറയും റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയാറുണ്ട്. റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. ഇനി ദെൻ നമ്മൾ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള 10 ഗ്രൂപ്പുകളെ പറയുന്ന പേരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പൊതുവിൽ പറയും. പിന്നെ താഴെ നമ്മൾ കാണുന്ന എഫ് ബ്ലോക്ക് എലമെന്റ്സ് ലാന്തനോയിഡ്സും അതേപോലെ ആക്ടിനോയിഡ്സും. ലാന്തനോയിഡ്സ് സീറിയം മുതൽ ലുട്ടീഷ്യം വരെ, മറ്റ് തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള ആക്ടിനോയിഡ്സും. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ശ്രദ്ധിക്കും, നമ്മൾ ബ്ലോക്കുകളായിട്ട് തിരിച്ചു. ഇതിൻ്റെ പ്രോപ്പർട്ടീസും കൂടി നോക്കാം നമുക്ക്. എസ് ബ്ലോക്ക് എലമെന്റ്സ് ആൽക്കലി മെറ്റൽസ് ആണ്. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? NS1 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ല ആൽക്കലി മെറ്റൽസ്. ഗ്രൂപ്പ് 2 എലമെന്റ്സ് NS2 ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. വിശദമായിട്ട് നമ്മൾ ചാപ്റ്റർ തന്നെ പഠിക്കുന്നുണ്ട്. NS2 ആണ്. ആൽക്കലി മെറ്റൽസ് ആ വാലൻസ് ഷെൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് ദെൻ +1 ഓക്സിഡേസ് സ്റ്റേറ്റ് ഫോം ചെയ്യും. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് +2 ഓക്സിഡേസ് സ്റ്റേറ്റും ഫോം ചെയ്യും. ഓക്കെ, ദെൻ +2 അയോൺസ് ഫോം ചെയ്യും. ഓക്കെ, ആൽക്കലി മെറ്റൽസ് ഇപ്പോൾ സോഡിയം ആണെങ്കിൽ Na+, കാൽസ്യം ആണെങ്കിൽ Ca2+. ആൽക്കലി മെറ്റൽസ് +1 അയോണും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് +2. ദെൻ ഇനി റിയാക്ടിവിറ്റി ഇൻക്രീസസ് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്. ഈ ആൽക്കലി മെറ്റൽസിലും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലും താഴേക്ക് വരുന്തോറും റിയാക്ടിവിറ്റി കൂടുന്നുണ്ട്. ദെൻ അതുകൊണ്ട് തന്നെ ദേ ആർ നെവർ ഫൗണ്ട് പ്യുവർ സ്റ്റേറ്റ് ഇൻ നേച്ചർ. ഒരിക്കലും ഇവയുടെ പ്യുവർ സ്റ്റേറ്റിൽ കിട്ടില്ല, കോമ്പൗണ്ട് രൂപത്തിലേക്ക് കിട്ടുള്ളൂ. കാരണം ഹൈലി റിയാക്റ്റീവ് ആണ്. ഓർത്ത് വെച്ചോണത്. എസ് ബ്ലോക്ക് എലമെന്റ്സ് ദെൻ നേച്ചറിൽ അതേപടി കിട്ടൂല, ഭയങ്കര റിയാക്റ്റീവ് ആയതുകൊണ്ട് കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇനി അടുത്ത നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സിൽ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ്. നിങ്ങൾ ഒന്ന് പീരിയോഡിക് ടേബിൾ ഒപ്പം വെക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എങ്ങനെ ഉണ്ടാവുക? 13th ഗ്രൂപ്പിന് NS2 NP1 ആണെങ്കിൽ അടുത്ത ലാസ്റ്റ് എത്തുമ്പോഴേക്ക് NS2 NP6 ആയിട്ട് മാറും 18th ഗ്രൂപ്പിന്. ഇതാണ് അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് പറയാം NS2 NP1 to 6 എന്നുള്ള കോമൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുക്കാം പി ബ്ലോക്ക് എലമെന്റ്സിന്. അതിൽ ഗ്രൂപ്പ് 18 പറയുന്ന പേര് നോബിൾ ഗ്യാസ് എന്ന് പറയും. ഗ്രൂപ്പ് 17 ഹാലജൻസ് എന്ന് പറയും. ദെൻ ഗ്രൂപ്പ് 16 ചാൽക്കോജൻസ് എന്ന് പറയും. ചാൽക്കോജൻസ്. ഓക്കെ, ദെൻ ഇനി നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ്. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയും എന്നുള്ളതാണ്.
പി ബ്ലോക്ക് എലമെൻസിലാണ് ശരിക്കും നമ്മൾ മെറ്റൽസും നോൺ മെറ്റൽസും സെമി മെറ്റൽസ് ഒക്കെ പഠിക്കുന്നത്. എസ് ബ്ലോക്കിലും അതേപോലെ ഡി ബ്ലോക്കിലും എഫ് ബ്ലോക്കിലൊക്കെ മെറ്റൽസ് മാത്രമാണ് പഠിക്കുന്നത്. ഒക്കെ നോക്കിയേക്ക്. ഇനി നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരിയഡ്. റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് ഓർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ആരൊക്കെയാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്? എസ് ബ്ലോക്ക് എലമെന്റ്സും പി ബ്ലോക്ക് എലമെന്റ്സിനെയും കൂടിയും കമ്പൈൻഡ് ആയിട്ട് പറയുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ അത്? ഞാൻ ഈ അടുത്ത് നോക്കിയേക്ക്. ഡി ബ്ലോക്ക് എലമെന്റ്സ്. എന്താ ഡി ബ്ലോക്ക് എലമെന്റ്സ്? എവിടുന്നാ തുടങ്ങുന്നത്? ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 13 വരെയുള്ള ആൾക്കാർ. ഒന്ന് പീരിയഡ് ടേബിൾ നോക്കണേ. അത് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നുള്ളത്. ഇവയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? n-1 D, then okay 1 to 10 ns. നമ്മൾ 0 to 2 എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം ശരിക്കും ns then 2 കഴിഞ്ഞിട്ടാണ് n-1 D 1 then n-1 D 2 അങ്ങനെ വരുന്നത്. പക്ഷെ നമ്മൾ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയവും കോപ്പറും പഠിച്ചപ്പോൾ then ഒക്കെ ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡും കിട്ടാൻ വേണ്ടിയിട്ട് ns1 എന്ന് കൊടുത്തിരുന്നു അല്ലേ? then 3D 5 4s1 കൊടുത്തില്ലായിരുന്നോ ക്രോമിയത്തിന്? കോപ്പറിനാണെങ്കിൽ 3D 10 4s1 കൊടുത്തിരുന്നു, ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡും. ഇതേപോലെ അതിൽ താഴെയുള്ള ചില ട്രാൻസിഷൻ എലമെന്റ്സിന് ദെൻ 0 കോൺഫിഗറേഷൻ വരുന്നുണ്ട് ഫുള്ളി ഫിൽഡൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-1 D 1 to 10 ns 0 to 2 അങ്ങനെ തന്നെ പഠിക്കുക. അതിനാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാം. പക്ഷേ നമ്മൾ ആ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ അതിൽ 12ാമത്തെ ഗ്രൂപ്പ് 12th ഗ്രൂപ്പ് സിങ്ക് കാഡ്മിയം മെർക്കുറി. ഇവയുടെ കോൺഫിഗറേഷൻ n-1 D 10 ns2 എന്നായിരിക്കും. സിങ്ക് കാഡ്മിയം മെർക്കുറി 12th ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ ദെൻ അവർ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല പക്ഷെ അവർ ആ ഗ്രൂപ്പിൽ പെടുത്തുന്നേ ഉള്ളൂ, ആ ബ്ലോക്കിൽ പെടുത്തുന്നേ ഉള്ളൂ. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേക പ്രോപ്പർട്ടീസ് ഒന്നും അവർ കാണിക്കുന്നില്ല. എന്താണ് ഈ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്? ചോദിക്കലുണ്ട് എക്സാമിന്, ശ്രദ്ധിച്ചേക്കണേ. ഓൾ ആർ മെറ്റൽസ്. എല്ലാ ട്രാൻസിഷൻ എലമെന്റ്സും മെറ്റൽസ് ആണ്. പിന്നെ ദേ ഫോം കളേർഡ് അയോൺസ്. 10th പഠിച്ചതാ. കളേർഡ് അയോൺസ് എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താ ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഇപ്പോൾ Fe2+ ഉണ്ട്, Fe3+ ഉണ്ട്. ഓക്കെ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 കാണിച്ചു. പക്ഷേ നമ്മൾ സോഡിയത്തിന് +1 മാത്രമേ എസ് ബ്ലോക്കിലൊക്കെ പറഞ്ഞുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. പാരാമാഗ്നറ്റിസ് ഉണ്ട് ആൻഡ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. എന്തൊക്കെയാണ് ദെൻ ഓക്കെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകതകൾ? ദേ ആർ ഓൾ മെറ്റൽസ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, കളേർഡ് അയോൺസ് ഫോം ചെയ്യും, കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. വേറെ എന്തായാലും പറഞ്ഞാൽ എന്താണ് ദെൻ ഓക്കെ പാരാമാഗ്നറ്റിക് ക്യാരക്ടർ ഉണ്ട്. ശരിക്കും പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ചെറുതായിട്ട് അട്രാക്ട് ചെയ്യും എന്നാണ് അത് പറയുന്നത്. അതിന് കാരണം അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും, ഒറ്റയ്ക്കുള്ള പെയർ ചെയ്യാത്ത ഇലക്ട്രോൺ ആണ് അതിന് കാരണം. അതൊക്കെ വിശദമായിട്ട് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സ് ദെൻ ഓക്കെ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയാണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-1 D 1 to 10 ns 0 to 2. അതിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും പഠിച്ചേക്കുക. അടുത്ത് നമുക്ക് എഫ് ബ്ലോക്ക് എലമെന്റ്സ് 2 സീരീസാണ് നമുക്ക് പഠിക്കാനുള്ളത്, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. ലാന്തനോയിഡ്സ് എവിടുന്നാണ് തുടങ്ങുന്നത്? സീറിയം മുതൽ എവിടെ വരെയാണ്? സിങ്ക് വരെ. സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള 58 മുതൽ 71 അറ്റോമിക് നമ്പർ വരെയുള്ള ആൾക്കാർ. ആക്ടിനോയിഡ്സ് തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 90 മുതൽ 103 വരെയുള്ള, തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 103 വരെയുള്ള ആൾക്കാർ. ശരിക്കും നമ്മൾ നേച്ചറലായിട്ട് ഒക്കുപ്പൈ ചെയ്യുന്ന എലമെന്റ്സിനാണ് 94 പറയുന്നത്. 94. യുറേനിയം 92, ദെൻ യുറേനിയം കഴിഞ്ഞിട്ട് 2 എലമെന്റ് 94, കുറച്ചെങ്കിലും ഉള്ളത്. ബാക്കിയൊക്കെ മാൻമെയ്ഡ് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. നേച്ചറിൽ നമ്മൾ പറയുന്ന 94 എലമെന്റ്സ് ഉണ്ട് എന്നാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയേക്ക്. n-2 F 1 to 14, n-1 D 0 to 1 ns2. ഇതാണ് എന്തിൻ്റെ കോൺഫിഗറേഷൻ? ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കോൺഫിഗറേഷൻ. ഓർത്തുവെക്ക് 4F 1 to 14, പിന്നെ 5D 0 അല്ലെങ്കിൽ 1, പിന്നെ 6s2. ഇതാണ് കോൺഫിഗറേഷൻ. അത് നമുക്ക് എങ്ങനെ ജനറൽ ആയിട്ട് പറഞ്ഞത്? n-2 F 1 to 14, n-1 D 0 to 1 ns2. ഇതാണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി ദേ ആർ കോൾഡ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അവരെ പറയുന്നത്. ഓൾ ആർ മെറ്റൽസ്. ഇവരൊക്കെ മെറ്റൽസ് ആണ്. ആക്ടിനോയിഡ് എലമെന്റ്സ് ആർ റേഡിയോ ആക്റ്റീവ്. റേഡിയോ ആക്റ്റീവ് ആണ് ആക്ടിനോയിഡ് എലമെന്റ്സ്. എലമെന്റ്സ് ആഫ്റ്റർ യുറേനിയം ആർ കോൾഡ് ട്രാൻസ് യുറേനിയം എലമെന്റ്സ്. ട്രാൻസ് യുറേനിയം എലമെന്റ്സ്. അപ്പം നമ്മളെ ക്ലാസിഫിക്കേഷൻ ദെൻ എസ് ബ്ലോക്ക്,
പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ക്ലിയർ ആയല്ലോ? അത് എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. മെറ്റൽസും നോൺ മെറ്റൽസും ഒന്നിച്ച് കാണുന്ന എവിടെയാണ്? ദെൻ പി ബ്ലോക്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? മെറ്റൽസ്. ക്ലിയർ അല്ലേ? അത് മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. മെറ്റൽസ് അപ്പിയർ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ലെഫ്റ്റിൽ റൈറ്റിലോട്ട് പോകുന്തോറും നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് കൂടുന്നത്. അതേപോലെ ദെൻ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും മെറ്റാലിക് ക്യാരക്ടർ കൂടും. നോൺ മെറ്റൽസ് ലൊക്കേറ്റഡ് അറ്റ് ദി ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നോൺ മെറ്റൽസ് കാണുന്നത്. എലമെന്റ്സ് ചേഞ്ച് ഫ്രം മെറ്റാലിക് ടു നോൺ മെറ്റാലിക് ഫോം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതേപോലെ താഴേക്ക് വരുന്തോറും എലമെന്റ്സ് സച്ച് ആസ് സിലിക്കൺ, ജർമാനിയം, ആഴ്സനിക്, ആന്റിമണി, ടെലൂറിയം ഷോ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എന്തൊക്കെ വരുന്നത്? ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ദേ ആർ കോൾഡ് സെമി മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റലോയിഡ്സ്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കുമ്പോൾ അവയെ പറയുന്ന പേരാണ് സെമി മെറ്റൽസ്. നിങ്ങൾ നോക്കൂ പീരിയോഡിക് ടേബിളിൽ ഇതിൽ ആ ബ്ലൂ കളർ കാണിക്കുന്നത് ലിഥിയം, ബെറിലിയം അതൊക്കെ മെറ്റൽസ് ആണ്. ദെൻ ബോറോൺ, കാർബൺ അങ്ങോട്ട് പോകുന്തോറും എന്താണ്? ദെൻ നോൺ മെറ്റൽസ് ആയിട്ട് വരികയാണ്. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നുണ്ട്. നമ്മൾ ആ 14th ഗ്രൂപ്പ് എലമെന്റ്സ് ശരിക്കും കാർബൺ ഒരു നോൺ മെറ്റൽ ആണ്. സിലിക്കൺ, ജർമാനിയത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മെറ്റലോയിഡ്സ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തതാളുള്ളത് ടിന്ന്, ലെഡൊക്കെ നമുക്ക് എന്താക്കി പറയാം? മെറ്റൽസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും മെറ്റാലിക് ക്യാരക്ടർ കൂടും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ആ 14th ഗ്രൂപ്പ് അതിന് എക്സാമ്പിളാണ്. കാർബൺ നോൺ മെറ്റലാണ്, സിലിക്കൺ സെമി മെറ്റലാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ജർമാനിയം സെമി മെറ്റലാണ്, അത് കഴിഞ്ഞിട്ട് ടിന്നും ലെഡും മെറ്റൽസ് ആ കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. അപ്പോൾ നമ്മൾ മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ട് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. വിശദമായിട്ട് നമ്മൾ പറഞ്ഞു എത്ര എലമെന്റ്സാണ് നമ്മൾ നേച്ചറലി ഒക്കറി എന്ന് പറയുന്നത്? 94 എലമെന്റ്സ്. ദെൻ മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തിട്ടുള്ള ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൽ 7 പീരിയഡ്സും ഉണ്ട്, 18 ഗ്രൂപ്പ്സും ഉണ്ട്. അതിനെ ബ്ലോക്കുകളായിട്ട് തിരിക്കുമ്പോൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. എസിനെയും പിയെയും കമ്പൈൻഡ് ആയിട്ട് പറയുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. അതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും പറഞ്ഞു. ഓരോ ഗ്രൂപ്പിലും എലമെന്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ വരുമ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ കാരണം എന്താണ്? സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളതുകൊണ്ട് ഒരേ പ്രോപ്പർട്ടീസ് ഒരേ ഗ്രൂപ്പിൽ വരാൻ കാരണം. ഓക്കെ, അപ്പം നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഏർലിയർ അറ്റംപ്റ്റ്സ് ഫോർ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഈ ക്ലാസ്സിൽ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, പീരിയോഡിക് ടേബിൾ നന്നായിട്ട് പഠിക്കുക. പീരിയോഡിക് ടേബിൾ നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോഴൊക്കെ ആവശ്യമുള്ളതാണ് പീരിയോഡിക് ടേബിൾ. ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. നിങ്ങളത് നോക്കിയിട്ട് എല്ലാ എലമെൻസിൻ്റെ പേരും കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.